കുറേ നാളുകളായിട്ട് കേരളത്തിലെ നേഴ്സുമാര് പുറത്തുനിന്ന് പഠിച്ച നേഴ്സുമാർക്ക് ഉണ്ടാകുന്ന ഒരു വ്യാധിയായിരുന്നു, അല്ലെങ്കിൽ ആദ്യമായിരുന്നു. ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ സയൻസ് ഇതര വിഷയങ്ങളിൽ നിന്നും +2 പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഹ്യൂമാനിറ്റീസ് പോലെയുള്ള വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹിസ്റ്ററി പോലുള്ള വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് നഴ്സിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഗവൺമെന്റ് PSC ജോലി കിട്ടുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഒക്കെ ഞാൻ പറയാറുള്ളത്, അടുത്ത നോട്ടിഫിക്കേഷൻ ആകുമ്പോഴേക്കും ഇത് ശരിയാവും, ഇതിന്റെ കേസ് നടക്കുകയാണ് എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും അടുത്ത നോട്ടിഫിക്കേഷൻ ആകുമ്പോൾ വീണ്ടും സയൻസ് സബ്ജക്റ്റുകാരെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനൊരിപ്പോൾ ഒരു ധാരണയായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന് പുറത്ത് പഠിച്ച സയൻസ് ഇതര വിഷയങ്ങളിൽ +2 പാസ്സായ കുട്ടികൾക്കുള്ള ഒരു നല്ല സന്തോഷമായ ഒരു വാർത്തയാണ്. കേരള PSC സയൻസ് അല്ലാത്ത വിഷയങ്ങളിൽ +2 കഴിഞ്ഞവർക്കും കേരള PSC എക്സാം എഴുതി കേരളത്തിൽ ഗവൺമെന്റ് ജോലി നേടാം. അതായത് കേരളത്തിൽ DME DHS ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് എക്സാംസ്, ഇനിയിപ്പോൾ DME ഉടനെ നടക്കാൻ പോവുകയാണ്. DHSന്റെ റാങ്ക് ലിസ്റ്റ് ഉടനെ വരാനിരിക്കുന്നു. അപ്പൊ ഇതുവരെ കഴിഞ്ഞതല്ല, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ കേരളത്തിനുള്ളിൽ തന്നെ ഇത് സയൻസ് ഇതര വിഷയങ്ങളിൽ പഠിച്ച് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ്, GNM മാത്രമേ സയൻസ് ഇതര വിഷയങ്ങളിൽ പഠിച്ചവർക്ക് പാസ്സാകാൻ പറ്റുള്ളൂ. പാസ്സായി കഴിഞ്ഞാൽ അവർക്കും കേരളത്തിൽ തന്നെ ഗവൺമെന്റ് ജോലി നേടാം എന്നുള്ളൊരു പത്രവാർത്തയാണ് ഇന്ന് കണ്ടത്. 12,000 പേർക്ക് ആശ്വാസം. +2 സയൻസ് ഇല്ലെങ്കിലും ഗവൺമെന്റ് നേഴ്സ് ആകാം. +2 സയൻസ് ഇതര വിഷയങ്ങൾ പഠിച്ച ശേഷം ജനറൽ നഴ്സിംഗ് കോഴ്സ് വിജയിച്ചവർക്ക് PSC വഴിയുള്ള നിയമനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിക്കാൻ ധാരണ. ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി GNM കോഴ്സ് കഴിഞ്ഞ് കേരള നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത 12,000 പേർക്ക് ആശ്വാസമാകുന്ന നടപടിയാണിത്. സർവീസ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോപ്രഗഡെ ഇവിടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് ധാരണ. കേരളത്തിൽ GNMന് 2,500 സീറ്റുണ്ട്. സയൻസ് ഇതര വിഷയങ്ങൾ പഠിച്ച ഒട്ടേറെ കുട്ടികൾ ഇതര സംസ്ഥാനങ്ങളിലും പഠിച്ചു. ഇവർക്ക് കേരള നഴ്സിംഗ് രജിസ്ട്രേഷൻ നൽകി. മറ്റ് സംസ്ഥാനങ്ങളിൽ +2 സയൻസ് ഇതര വിഷയങ്ങൾ പഠിച്ചവർക്ക് സർക്കാരിൽ നേഴ്സ് നിയമനത്തിന് തടസ്സമില്ല. കേരളത്തിലാകട്ടെ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നതിന് തടസ്സമില്ലെങ്കിലും സർക്കാർ സർവീസിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഞാൻ +2 അല്ല, അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി മാത്സ് കഴിഞ്ഞ ഫസ്റ്റ് ഗ്രൂപ്പാണ്, മാത്സ് കഴിഞ്ഞ ആളാണ് ഞാൻ. മംഗലാപുരത്ത് നിന്ന് GNM കഴിഞ്ഞ് പോസ്റ്റ് PSC കഴിഞ്ഞ് MSc കഴിഞ്ഞ ആളാണ്. അപ്പൊ എനിക്ക് അക്കാലത്ത് സയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തു പോയി GNM പഠിക്കേണ്ടി വന്നതാണ്. 99-ലാണ്. അപ്പൊ അതിനുശേഷം വരുന്ന എക്സാമുകൾ ഒന്നും നമുക്ക് ഈ ഒരു പുറത്തുനിന്ന് പഠിച്ചുകൊണ്ട് തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ സയൻസ് അല്ലാത്തത് കൊണ്ട് ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ലിസ്റ്റിൽ വന്നാലും, നമ്മൾ എഴുതി റാങ്ക് ലിസ്റ്റ് വന്നാലും ഷോർട്ട് ലിസ്റ്റിൽ വന്നാലും നമുക്ക് ജോലി കിട്ടാത്തൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇനി മുതൽ അടുത്ത നോട്ടിഫിക്കേഷനിൽ ഇത് ക്ലിയർ ആകുമെന്ന് കരുതുന്നു. DMEക്ക് ഇത് ക്ലിയർ ആകും. DME നഴ്സിംഗ് ഓഫീസർക്ക് ഇത് ക്ലിയർ ആയി വരാൻ ആണ് ചാൻസ്. കാരണം ഇതൊരു ധാരണയിൽ വന്നിട്ടുണ്ട്, കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി മുതൽ +2 സയൻസ് അല്ലാതെ പഠിച്ചവർക്കും DME നഴ്സിംഗ് ഓഫീസറിന് അപ്ലൈ ചെയ്യാം, അതിനുവേണ്ടി പഠിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. എല്ലാ കൂട്ടുകാരിലേക്കും നിങ്ങൾ ഇത് ഷെയർ ചെയ്യാം. ഈ ഒരു സന്തോഷ വാർത്ത തീർച്ചയായിട്ടും എല്ലാ ഗ്രൂപ്പുകളിലും എത്തട്ടെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് നോക്കുക. DMEയുടെ പുതിയ ക്ലാസ്സുകളുമായിട്ട് നമ്മുടെ നേഴ്സ്ക്വിൻ ആപ്പിൽ വരുന്നതായിരിക്കും. നേഴ്സ്ക്വിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് JPHN JHI നഴ്സിംഗ് ഓഫീസർ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയുള്ള വീഡിയോ. ഓൾ ദി ബെസ്റ്റ്.